ദണ്ഡറ്റവും മുറിക്കും വാളുവചനം. ആമേൻ, ആമേൻ. യേശുവിന്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, നിന്റെ ജീവിതത്തിന്റെ ഭാരങ്ങളിൽ കൈവച്ച് ഇന്ന് ഞാനൊരു കാര്യം പറയട്ടെ. മനുഷ്യ ജീവിതത്തിന്റെ നിസാരതയിൽ ദൈവത്തിൽ ആശ്രയിച്ചൊരു പടപൊരുതലിന് നീ ഒരുങ്ങണം. പ്രഭാഷകൻ 10-ാം അധ്യായം 9-ാം വാക്യം, പൊടിയും ചാരവുമായ മനുഷ്യൻ അഹങ്കരിക്കാൻ അവൻ എന്തിരിക്കുന്നു? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവന്റെ ശരീരം ജീർണിക്കുന്നു. പൊടിയും ചാരവുമായ മനുഷ്യൻ അവൻ അഹങ്കരിക്കാൻ എന്തിരിക്കുന്നു? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വേദന വഴി, രോഗം വഴി, വ്രണം വഴി, ചലം വഴി, പഴുപ്പ് വഴി, ക്യാൻസർ വഴി, പേരറിയാത്ത രോഗം വഴി ജീവിച്ചിരിക്കെ തന്നെ നിന്റെ ശരീരം ജീർണിക്കുന്നു. നീ മരിച്ചുകൊണ്ടേയിരിക്കുന്നു. നിനക്ക് അഹങ്കരിക്കാൻ എന്തുണ്ട്? എനിക്ക് അഹങ്കരിക്കാൻ എന്തുണ്ട്? നീ ദൈവത്തിൽ ആശ്രയിക്കണം. പ്രഭാഷകന്റെ പുസ്തകം 10-ാം അധ്യായം 9-ാം വാക്യം, പൊടിയും ചാരവുമായ മനുഷ്യൻ ജീവിതത്തിൽ അഹങ്കരിക്കുന്നു. ജീവിച്ചിരിക്കെ തന്നെ എന്റെ ശരീരം ജീർണിക്കുന്നുവെന്ന എന്റെ തിരിച്ചറിവിൽ എന്റെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ഒപ്പുകൈകളോടെ പ്രാർത്ഥിക്കാൻ നിനക്കാവട്ടെ. അഹങ്കാരം ഉടുവസ്ത്രം പോലെ അഴിച്ചുവെച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ പൂർണ്ണ മനസ്സോടെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എന്റെ ജീവിതത്തിൽ അഹങ്കാരത്തെ എടുത്തു മാറ്റി അങ്ങയിൽ ആശ്രയിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. ഞാൻ നിസാരനാണെന്ന് എന്നെ പഠിപ്പിക്കണമേ. ഹല്ലേലൂയ. എന്റെ അഹങ്കാരത്തിൽ എനിക്ക് മോചനം നൽകണമേ. എന്നെ എളിമപ്പെടുത്തുന്ന നിന്റെ നാമത്തിന് സ്തുതി, എന്നെ എളിമപ്പെടുത്തുന്ന നിന്റെ വചനത്തിന് സ്തുതി. ഹല്ലേലൂയ. ഈ വചനത്തിന്റെ ശക്തിയാൽ യേശു കർത്താവ് നിന്നെ ഇപ്പോൾ തൊടട്ടെ. ആമേൻ.